തുടങ്ങല്ലേ? ഐഷാഷറീൻ കേൾക്കുന്നില്ലേ? ആകാശ് മോൾ കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. തുടങ്ങ. കാരണം ഇന്നലെ 4 ആളുണ്ടായി, ഇന്നിപ്പോ 2 ആളല്ലേ? ഓക്കെ, ഏതായാലും നമ്മൾ തുടങ്ങാം. കാരണം ക്ലാസ് നീണ്ടു പോകും, ടൈമേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് പെർഫെക്റ്റ് ഫീൽഡ്. ഇനി നമുക്ക് തുടങ്ങാനുള്ള ക്ലാസ് പെർഫെക്റ്റ് ഫീൽഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പെർഫെക്റ്റ് ഫീൽഡിനെ പറ്റി പറയുമ്പോൾ എന്താണ് പെർഫെക്റ്റ് ഫീൽഡ്, ആ പെർഫെക്റ്റ് ഫീൽഡിൻ്റെ എക്സാമ്പിളുകളുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സത്യത്തിൽ. ഓക്കെ, അപ്പോൾ എന്താണ് പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഫീൽഡിനെ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ എക്സ്റ്റൻഷനും, എങ്ങനത്തെ എക്സ്റ്റൻഷന്? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഫീൽഡിനെ നമ്മൾ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും എന്തായിരിക്കണം? സെപ്പറബിൾ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഏതൊരു എക്സ്റ്റൻഷൻ എടുത്തു, എഫിൻ്റെ എക്സ്റ്റൻഷൻ, ഒരു ഫീൽഡ് എഫിനെ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. എങ്ങനത്തെ എക്സ്റ്റൻഷനാണ്? ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. അതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? സെപ്പറബിൾ ആണ് എന്നുള്ളതാണ്. എന്താണ് സെപ്പറബിൾ? സെപ്പറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? എന്താണ് സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ? അതായത് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ഈക്വൽ ടു ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് ആയിരിക്കണം, അല്ലേ? അതായത് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐസോമോർഫിസം ലീവിങ് എഫ് ഫിക്സഡിന് ഈക്വൽ ആവണം, ഈൻ്റെ മുകളിലുള്ള, അല്ലേ? അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും എന്നാണ് ഡെഫിനിഷൻ, പെർഫെക്റ്റ് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ അറിയാം എവരി ഫൈനൈറ്റ് ഫീൽഡ് എന്തുവാണ്, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്തുവാണ്, സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്നും നമുക്കറിയാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇതിനുള്ള എക്സാമ്പിളുകളാണ്, പെർഫെക്റ്റ് ഫീൽഡിൻ്റെ എക്സാമ്പിളുകളാണ്. അതൊരു തിയറമാക്കിയിട്ടാണ്. ഏതൊരു ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് സീറോ, ക്യാരക്ടറിസ്റ്റിക് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് സീറോ ആയിട്ടുള്ള ഫീൽഡ്, അതായത് സീറോ മാത്രമേ അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരു ഫീൽഡ് എടുത്തു, എഫ് എന്ന് പറയുന്ന ഫീൽഡ് എടുത്തിട്ട് അതിലുള്ള എലമെന്റിനെയൊക്കെ സീറോനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എന്താവുള്ളൂ? സീറോ ആവുള്ളൂ എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ സീറോനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും. അല്ലെങ്കിൽ പി എന്ന എലമെന്റ് ക്യാരക്ടറിസ്റ്റിക് ആവണമെന്നുണ്ടെങ്കിൽ പി ഇൻറ്റു 1 എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഏതിൻ്റെ കേസിൽ? എഫിൻ്റെ കേസിൽ. സീറോ മാത്രമല്ല, നോൺ സീറോ എലമെന്റ് കൂടിയും എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ആവുക എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, സീറോ മാത്രമാണ് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സീറോ കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും, സീറോ എന്ന് പറയും. അപ്പം അതിന് എക്സാമ്പിളുകളാണ് എവറി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് സീറോ. ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് സീറോന് എക്സാമ്പിളാണ് ക്യൂ. ക്യൂവിലുള്ള എലമെൻ്റ് ഒക്കെ എ ബൈ ബി ഫോമിലാണ്. ഇവിടെയുള്ള എലമെൻറ്റുകളൊക്കെ ഇത് സീറോ, ഒരു എലമെൻറ്റ് ഇൻറ്റു എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ ആവണം എന്നുണ്ടെങ്കിൽ, ഒരൊറ്റ ക്യൂവിൽ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ ഈക്വൽ ടു സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ ബി ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഈ രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത് എ ബി സീറോ ആവണം എന്നുണ്ടെങ്കിൽ ക്യൂവിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ആറിൻ്റെ കേസിലും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതൊക്കെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് സീറോ ആയിട്ടുള്ള ഫീൽഡിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തിയറം അല്ലെങ്കിൽ എക്സാമ്പിളുകളായി പ്രൂവ് ചെയ്യണം. പക്ഷേ അതൊരു തിയറമായിട്ടാണ് പറഞ്ഞത്, എക്സാമ്പിളും ആണ്, അതൊരു റിസൾട്ടായിട്ടാണ് പറഞ്ഞത്. എന്താണ് റിസൾട്ട്? എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞത്, അത് പ്രത്യേകം തിയറമായിട്ട് ഇവിടെ പറഞ്ഞു. എന്താണ് റിസൾട്ട്?
ഏതൊരു ഫീൽഡ് ക്യാരക്ടറിസ്റ്റിക് സീറോ ആയിട്ടുള്ള ഫീൽഡ് എടുത്താലും അത് പെർഫെക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഈ ഫീൽഡിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെപ്പറബിൾ ആവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുത്താൽ നമ്മൾ ഇനി ഇതിൻ്റെ പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൂഫ് അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും എന്നുള്ള ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള 2-3 തിയറംസുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. തൊട്ട് മോള് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു തിയറാണ് ഏത്? ഒരു പോളിനോമിയൽ എടുത്തു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മോണിക് പോളിനോമിയൽ, എഫ് എക്സ് എന്ന് പറയുന്ന മോണിക് പോളിനോമിയൽ എവിടെ ഉണ്ട്? എഫ് ഡാഷ് ക്ലോഷർ എക്സ് അല്ലേ? എഫ് ക്ലോഷർ എക്സിലുണ്ട് എങ്കിൽ എഫ് ഓഫ് എക്സ് ഓൾ റൈസ് ടു എം എവിടെ ഉണ്ടാവുക? എഫ് എക്സിലുണ്ട്. അതുപോലെ തന്നെ എം ഒരിക്കലും എന്താണ്? 0 അല്ല, അതായത് ക്യാരക്ടറിസ്റ്റിക് 0 അല്ല, അതായത് എം ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് റൈസ് ടു എം എഫ് എക്സിലുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ എം ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0യും ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് എഫ് എക്സിലുണ്ട് എന്നുള്ളൊരു ലെമ്മ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മോള് ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു, കുറച്ച് മോള് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ്, അതായത് ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ് എങ്കിൽ ഈ സെപ്പറബിൾ ഓവർ എഫ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഇൻ ഇ എന്ന് പറയുന്നത് സെപ്പറബിൾ ആണ്. അതായത് എന്താണ്? ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഈ സെപ്പറബിൾ ഓവർ എഫ് ആവണം എന്നുണ്ട് എങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആൽഫ ഏത് ഈയിലുള്ള ഏത് എലമെൻ്റ് എടുത്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ സെപ്പറബിൾ ആണ്. അങ്ങനെ പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ഓവർ എഫ് ആയിരിക്കും. അതിൻ്റെ മീനിങ് അങ്ങനെയാണ്. അതായത് എന്താണ് അതിൻ്റെ മീനിങ്? ആൽഫ എന്താണ്? സെപ്പറബിൾ ആണ്. അപ്പോൾ ആൽഫ സെപ്പറബിൾ ആണ് എങ്കിൽ ഇയും സെപ്പറബിൾ ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഈ കാര്യങ്ങൾ മതി. ഈ 2 തിയറംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ പ്രൂഫിലേക്ക് കിടക്കാം. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ഒരു ഫീൽഡ് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഒരു ഫീൽഡ് എടുത്താൽ അത് പെർഫെക്റ്റ് ഫീൽഡ് ആണ് എന്ന് പറയണം. പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് എന്താണെന്ന് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് ലെറ്റ് ഇ എന്ന് പറയുന്നത് ഞാൻ എടുത്തു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. എന്തിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്? എഫിൻ്റെ പ്രത്യേകത എന്താണ്? എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. ഓക്കെ, 0 ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീൽഡാണ്. ഓക്കെ, അങ്ങനെ ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, എന്താണ്? എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ ആൽഫ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു, ഈയിലുള്ള ഈ സെപ്പറബിൾ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്? ഈ സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഒരു ആൽഫ എടുത്തിട്ട് ഈയിലുള്ള ഒരു എലമെൻ്റ് എടുത്തിട്ട് ഈ ആൽഫ എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെ സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ നമ്മൾ തൊട്ട് മോള് പഠിച്ചിട്ടുണ്ട് എവരി ആൽഫ ഇൻ ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും എവരി ആൽഫ ഇൻ ഈ സെപ്പറബിളും ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? സെപ്പറബിൾ ആണെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് സെപ്പറബിൾ ഓവർ എഫ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു, ഞാൻ ആൽഫ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. ഓക്കെ, ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റ് ഈയിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണ്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് ആണെന്നും എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടർ ആക്കാൻ പറ്റും, ഫാക്ടറൈസേഷൻ ആക്കാൻ പറ്റും. എവിടെ? ആൾജിബ്രായിക് ക്ലോഷറിൽ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. കാരണം എവറി സീറോസ് ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് എവിടെ ഉണ്ടായിരിക്കും? എഫ് ക്ലോഷറിൽ ഉണ്ടായിരിക്കും.
ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു ന്യൂ. ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിസിറ്റി അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മൾട്ടിപ്ലിസിറ്റി ആക്കി എഴുതാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ആൽഫ ഐ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ്. ഏതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ്? എഫ് ഓഫ് എക്സിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഇവിടെ ആൽഫ 1 എന്നുള്ള കുഞ്ഞാപ്പ് ആൽഫ ആണ് എന്നും അസ്യൂം ചെയ്തു വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കൺസെപ്റ്റ്സ് പ്രകാരം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കുഞ്ഞാപ്പു എന്തെന്നാ ഉണ്ടാവുക? ഫാക്ടർ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് ഇതിനെന്തെന്ന് എഴുതാൻ പറ്റും? പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ന്യൂ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലാത്തിൻ്റെയും ന്യൂ എന്താണ്? സെയിം ആണ്. കാരണം ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ എല്ലാ സീറോസിൻ്റെയും മൾട്ടിപ്ലിസിറ്റി സെയിം ആണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കുറച്ച് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. എന്തെന്ന് മാറ്റി എഴുതാൻ പറ്റും? പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു ന്യൂ എന്ന് എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഉണ്ടോ? എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ എഴുതുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോ കുഞ്ഞാപ്പുകളെ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എഫ് എന്താണ്? എഫ് എന്തുമാണ്? ക്യാരക്ടറിസ്റ്റിക് സീറോ ആയിട്ടുള്ള ഒരു ഫീൽഡും ആണ്. എന്താണ്? ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് സീറോ. ഓക്കെ, സീറോ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽഡുമാണ്. അങ്ങനെയാണ് എങ്കിൽ വേർ എ ന്യൂ ഇൻറ്റു 1 ഈക്വൽ ടു ഒരിക്കലും എന്താവില്ല? സീറോ ആവില്ല എന്നും കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം, മോളൊരു തിയറം പറഞ്ഞിരുന്നു. എന്തായിരുന്നു തിയറം പറഞ്ഞിട്ടുള്ളത്? അതായത് തിയറം പറഞ്ഞത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മോണിക് പോളിനോമിയൽ ഉണ്ട് അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഉണ്ട്. എഫ് ഓഫ് എക്സ് റേസ് ടു എം, അതായത് ഈ പോളിനോമിയൽ റേസ് ടു സംതിങ്, അതാണ് എഫ് ഓഫ് എക്സ് റേസ് ടു എം. ഇത് എഫ് എക്സിലുണ്ട്. അതുപോലെ എം ഇൻറ്റു 1, തൊട്ട് മുകളിലത്തെ തിയറം പറഞ്ഞ എം ഇൻറ്റു 1 നോട്ട് ഈക്വൽ ടു 0. തൊട്ട് മുകളിൽ പറഞ്ഞ റിസൾട്ട്, അതായത് ലെമ്മയാണത് അല്ലേ? നോട്ട് ഈക്വൽ ടു 0യുമാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് എക്സ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് ഇവിടെ ഈ തിയറം അപ്ലൈ ചെയ്താൽ, എഫ് ഓഫ് എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ് ആണ്. അതായത് പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു ന്യൂ ആണ് ഇവിടെ എഫ് ഓഫ് എക്സ് റേസ് ടു എം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് പൈ ഐ ഇവിടെ കിട്ടുന്ന കുഞ്ഞാപ്പു ആരാണ്? പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ നിർബന്ധമായിട്ടും എവിടെ ഉണ്ടായിരിക്കും? വിച്ച് ബിലോങ്സ് ടു എഫ് എക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആകാശ് മോൾ മനസ്സിലാവുണ്ടല്ലോ? ആയിഷ ഷെറീൻ, നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ? വേറെ ആരുമില്ലല്ലോ? ഇല്ല. സാലിഹ ഉണ്ട് അല്ലേ? സാലിഹ പോയോ? ഓക്കെ, ഓക്കെ, 3 2 ഓക്കെ. അപ്പം ഇവിടെ സംബന്ധിച്ച് നമ്മൾ ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ബിലോങ്സ് ടു എഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അതുപോലെ തന്നെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇത് എഫ് എക്സിലുണ്ട് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ്
പോളിനോമിയലാണ്. സ്മോളസ്റ്റ് ഡിഗ്രി, മിനിമം ഡിഗ്രി പോളിനോമിയലിനെയാണ് സത്യത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത്, അല്ലേ? മിനിമം ഡിഗ്രി പോളിനോമിയലിനെയാണ്, എഫ് എക്സിലെ മിനിമം ഡിഗ്രി പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. സോ നിർബന്ധമായിട്ടും പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ബിലോങ്സ് എഫ് എക്സിൽ ഉണ്ട് എന്ന് പറയുമ്പം എന്തായിരിക്കും? എഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കൽ നിർബന്ധമാണ്, മസ്റ്റ്, നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല? ഇറഡ്യൂസിബിലിറ്റിയുടെ കൺസെപ്റ്റ്സ് കിട്ടൂല. ദാറ്റ് മീൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആൽഫ ഐൻ്റെ സീറോസ് അല്ലെങ്കിൽ ആൽഫ ഐ എന്ന് പറയുന്നത് സീറോസ് ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് ആണ്. അതിൻ്റെ സീറോസിനൊക്കെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്, അല്ലേ? അതായത് ആൽഫ ഐ എന്ന് പറയുന്നത് സീറോസ് ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് ഹാവ് മൾട്ടിപ്ലിസിറ്റി 1, അല്ലെങ്കിൽ സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1, അങ്ങനെ എഴുതാം. 1 മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ബുക്കിൽ ഇല്ലാത്തൊരു റിസൾട്ട് ഉണ്ട്. സത്യത്തിൽ ആ റിസൾട്ട് നമ്മളുടെ ബുക്കിലില്ല, ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്തിട്ടില്ല. ഇതാണ് റിസൾട്ട്. ആൽഫ ഈസ് സെപ്പറബിൾ ഓവർ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത്. ആൽഫ ഈസ് സെപ്പറബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് ഹാസ് ഓൾ സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1. ഈ കൺസെപ്റ്റ്സ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾ സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓൾ സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ആൽഫ സെപ്പറബിൾ ആണ്. ഇവിടെ എന്ത് കിട്ടി? മൾട്ടിപ്ലിസിറ്റി 1 ആണ് എന്ന് കിട്ടി. സോ നമുക്ക് പറയാൻ പറ്റും ആൽഫ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിസിറ്റി ഒക്കെ 1 ആണ്, ആൽഫ ഈസ് സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. ആൽഫ സെപ്പറബിൾ ആണ് എങ്കിൽ, അതായത് ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ, ഇയിലുള്ള എല്ലാ എലമെൻറ്റുകളും സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, ഇ ഫൈനൈറ്റ് ആണ്. ഈ ഫൈനൈറ്റ് ആണ് എങ്കിൽ എന്താ പ്രത്യേകത? ഈ ഫൈനൈറ്റ് ആണ്. ഈ ഫൈനൈറ്റ് ആണ് എങ്കിൽ ഈസ് സിമ്പിൾ എക്സ്റ്റൻഷൻ, അല്ലേ? ഈ എന്താണ്? സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ്. എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഈസ് സിമ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇ ഓഫ് ആൽഫ 1 എഫ് ഓഫ് ആൽഫ 1, ഇ എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്രാ സം ആൽഫ n, അല്ലേ? ആൽഫ 1 ആൻഡ് ആൽഫ 2 ആൽഫ 3 ആർ ബിലോങ്സ് ടു ഇ ആൻഡ് ആൽഫ ഐസ് ആർ സെപ്പറബിൾ. ദെർഫോർ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഇ ഈസ് സെപ്പറബിൾ. ഈ എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഈസ് സെപ്പറബിൾ എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ കിട്ടി സെപ്പറബിൾ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ സെപ്പറബിൾ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു. എന്താണ് കിട്ടിയത്? അതായത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ, ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതി നമുക്ക് പറയാം. അതായത് ഏതൊരു ഫൈനൈറ്റ് ഫീൽഡ്, ഫൈനൈറ്റ് അല്ല, ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഏതൊരു ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഒക്കെ എന്താണ്? സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് കിട്ടിക്കഴിഞ്ഞു. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഒക്കെ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എവറി ഫീൽഡ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡ് എന്താണ്? പെർഫെക്റ്റ് ഫീൽഡ് ആണ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ, സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എഫ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ് ഫീൽഡ് ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇത് ഇപ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എക്സാമിന് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്,
വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെം എക്സാം ആയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് സെം എക്സാം ഒന്നും ആയിട്ടില്ല. അത് SD കഴിഞ്ഞ വർഷത്താണ് ഇട്ടത് ഗ്രൂപ്പിൽ. പിന്നുള്ളത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സാമിനോടനുബന്ധിച്ച് എന്ത് ചെയ്യും, റിവിഷന് ഞാനൊരു ടൈം ടേബിൾ ഇടും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ഒരു സെമിനാർ മോഡലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. ആയിഷാഷറിൻ, ആകാശ് മോൾ, അങ്ങനെ പോരെ? അങ്ങനല്ലേ നല്ലത്? ഇപ്പോഴേ നമ്മൾ അയിമല് മനക്കെട്ടിട്ട് നമുക്ക് ഗതയില്ല കഥയില്ലാണ്ടായിപ്പോ, ഗതി പിടിക്കുകയില്ല. ഓക്കെ ഞാൻ ആ ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ തിയറം കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ ഇവിടെ നിന്നും നമുക്ക് കിട്ടി എക്സാമ്പിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഫീൽഡ്, പെർഫെക്റ്റ് ഫീൽഡിന് എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചു. അപ്പം ഈ തിയറം പ്രകാരം നമുക്ക് എങ്ങനെ എക്സാമ്പിൾ എഴുതാൻ പറ്റും? അതായത് നമുക്കറിയാം ക്യൂവിൻ്റെയും അതുപോലെ തന്നെ ആറിൻ്റെയും സിയുടെയും ഒക്കെ ഫീൽഡ്, ഈ ഫീൽഡുകളൊക്കെ എന്താണ്? ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ അതിൻ്റെ മീനിങ് എന്താണ്? അതുകൊണ്ട് എവറി ക്യാരക്ടറിസ്റ്റിക് 0 ഫീൽഡ് ഈസ് എ പെർഫെക്റ്റ് ഫീൽഡ്. സോ അതുകൊണ്ട് എന്താണ്? ക്യൂ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് ഫീൽഡിന് എക്സാമ്പിൾ ആണ്. പെർഫെക്റ്റ് ഫീൽഡിന് എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ക്യൂ ആൻഡ് ആർ സി എന്ന് എഴുതി വെച്ചാൽ പോരാ. അപ്പം അതെന്തുകൊണ്ടാണ് പെർഫെക്റ്റ് ഫീൽഡ് ആയത് എന്നുള്ളതും കൂടി നമ്മൾ സമർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ആയത്? എവറി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ആർ പെർഫെക്റ്റ് ഫീൽഡ് ആണ്. അതുകൊണ്ട് ക്യൂവിൻ്റെയും ആറിൻ്റെയും സിൻ്റെയും ഫീൽഡ്, ഈ ഫീൽഡുകളൊക്കെ ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡുകളാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊക്കെ ഒരു പെർഫെക്റ്റ് ഫീൽഡിന് എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് ഒരു തിയറാണ്. എന്താ തിയറം നോക്കുക. തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എവറി ഫൈനൈറ്റ് ഫീൽഡ് ഈസ് പെർഫെക്റ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? എവറി ഫൈനൈറ്റ് ഫീൽഡ് ഈസ് പെർഫെക്റ്റ്. അതായത് ഫൈനൈറ്റ് ഫീൽഡും ഫൈനൈറ്റ് എക്സ്റ്റൻഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആർ ഫൈനൈറ്റ് അല്ലേ? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ വെക്റ്റർ സ്പേസ്. അതൊരു വെക്റ്റർ സ്പേസ് ആണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് ചിലപ്പോൾ ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആവാം. പക്ഷേ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്നല്ല, അവിടെ ബേസിസിന്റെ എലമെന്റ്സ് ഫൈനൈറ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിനെയാണ് നമ്മൾ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അവിടെ അത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ ഫൈനൈറ്റ് ഫീൽഡും പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഫൈനൈറ്റ് ഫീൽഡിന് എക്സാമ്പിൾ ആരാണ്? ZP ഒരു ഫൈനൈറ്റ് ഫീൽഡിന് എക്സാമ്പിളാണ് അല്ലേ? ZP അതുപോലെ തന്നെ അങ്ങനെ കുറെ ZP എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞാപ്പ്. അല്ലെങ്കിൽ Z11 ജനറലായിട്ട് പറയുകയാണെങ്കിൽ ZP, Z11, Z3, Z2 ഇതൊക്കെ ഫൈനൈറ്റ് ഫീൽഡുകൾക്ക് എക്സാമ്പിളുകളാണ്. ഈ കുഞ്ഞാപ്പുകളെല്ലാം പെർഫെക്റ്റ് ഫീൽഡ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത എക്സാമ്പിളും കിട്ടി. Z11, Z3 ഒക്കെ എന്താണ്? ഫൈനൈറ്റ് ഫീൽഡ് ആണ്. എവറി ഫൈനൈറ്റ് ഫീൽഡ് ഈസ് പെർഫെക്റ്റ്. സോ Z11 is perfect, Z3 is perfect, Z2 is perfect, generally ZP is perfect. അപ്പോൾ എത്ര എക്സാമ്പിളുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞു പെർഫെക്റ്റ് ഫീൽഡിന് എക്സാമ്പിളുകൾ. ഓക്കെ, അപ്പം നമ്മളിവിടെ പ്രൂഫ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫൈനൈറ്റ്, ഇപ്പൊ എഫ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് എന്ന് എടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്താണ് ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എവരി ഫൈനൈറ്റ് ഫീൽഡ് ഈസ് പെർഫെക്റ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എവരി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ് ഇവിടുത്തെ ഫൈനൈറ്റ് ഫീൽഡ്. ആ എഫിൻ്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും എന്താണ്? സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റും സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി.
ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് ഈക്വലന്റ് സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ഫീൽഡാണ് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണം. അപ്പം നമ്മൾ അതിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഓക്കെ തുടങ്ങാം. അപ്പോൾ ഈ എന്താണ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എന്നെടുത്തു. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിലുള്ള ആൽഫ എടുത്തിട്ട് ആ ആൽഫ എന്താണ് സെപ്പറബിൾ ആണ് എന്ന് ഷോ ചെയ്താൽ മതി അല്ലേ. ഇനി നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? ആൽഫ എന്ന് പറയുന്ന ഈയിലുള്ള ഒരു എലമെൻ്റ് ആണ്. ആ ഈയിലുള്ള എലമെൻറ്റ് എന്താണ് എന്ന് ഷോ ചെയ്താൽ മതി. നമുക്കിവിടെ ഷോ ചെയ്യേണ്ടത് എന്താണ്? ആൽഫ സെപ്പറബിൾ ആണ് എന്ന് മാത്രം പ്രൂവ് ചെയ്താൽ നമ്മളുടെ കണ്ടീഷൻസ് എല്ലാം ആയി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സെപ്പറബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ആ സെപ്പറബിൾ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ആ റിസൾട്ട് നമ്മൾ ഇതിൽ പഠിക്കാത്ത, പക്ഷേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഹൈഡൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഏത്? അതായത് ആൽഫ സെപ്പറബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി സീറോസ് ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് എന്തായിരിക്കും? ഹാവ് മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ? സിമ്പിളായിട്ട് കുറച്ച് ഇത് ഇപ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. എസ് എ ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. കുറച്ച് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ലെങ്ത്ത് ഇല്ലെങ്കിലും പക്ഷേ ഇതിലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ഒന്നെങ്കിൽ കാണാപ്പാഠം ബൈഹാർട്ട് പഠിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മലയാളത്തിൽ വ്യക്തത വരുത്തുക. ആ രണ്ട് കാര്യങ്ങൾ, രണ്ട് രീതിയാണ് നമുക്ക് സത്യത്തിൽ മാത്സിനെ അവലംബിക്കാനുള്ളത്. അപ്പോൾ മാത്സിനെ സംബന്ധിച്ച് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇല്ലാതെ നമുക്ക് പഠിക്കുക എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും സുഖമായിട്ടുള്ള കാര്യം. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കുഞ്ഞാപ്പാണ്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് ആണ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എവിടെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും എവിടെ? ആൾജിബ്രായിക് ക്ലോഷറിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? എവറി സീറോസ് ബിലോങ്സ് ടു എഫ് ക്ലോഷർ. അതുകൊണ്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? പൈ ഐ അല്ലേ, പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു ന്യൂ എന്ന് പറഞ്ഞിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആൽഫ ഐക്കുള്ള പ്രത്യേകത എന്താണ്? ഇത് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ് അല്ലേ. ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ് എഫ് ഓഫ് എക്സിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് സീറോസും. അതുപോലെ തന്നെ ആൽഫ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തത് ആൽഫ എ ആണ്. ഓക്കെ, അത് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യാം, കാരണം നമുക്കൊരു പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടെ എവറി ഫീൽഡ് എഫ് ഈസ് ഫൈനൈറ്റ് ഫീൽഡ് ആണ് എങ്കിൽ അത് എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് വിത്ത് പ്രൈം നമ്പർ ആയിരിക്കും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഏതൊരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിലും അതിലത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിരിക്കൽ നിർബന്ധമാണ്. നമ്മൾ മുമ്പത്തെ ഏതൊരു ഫീൽഡിലും പ്രൈം നമ്പർ ആണ് ഒരു സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്രൈം നമ്പർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അങ്ങനെ ഒരു തിയറം ഉണ്ട് അല്ലേ മിസ്സേ? ജസ്റ്റ് അങ്ങനെ ഒരു തിയറം അല്ലേ? ഒരു ഫീൽഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഫീൽഡിലെ നമ്പർ ഓഫ് എലമെന്റ്സ് പ്രൈം നമ്പർ ആണ് എങ്കിൽ ആ ഫീൽഡ് ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഒരു ഗ്രൂപ്പ് എടുത്തു, അതിലത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് റിങ് വിത്തില്ലേ നമ്പർ ഓഫ് എലമെന്റ്സ് പ്രൈം നമ്പർ ആണ് എങ്കിൽ അതെന്താണ്? ഫീൽഡ് ആണ് എന്നാണ്, അല്ല ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഒരു ഫൈനൈറ്റ് ഫീൽഡ് എടുത്താൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എപ്പോഴും ഒരു, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നും പറയാം, പ്രൈം നമ്പർ ആയിരിക്കും. അപ്പം അവിടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പി ആയിരിക്കും. പി എന്ന് പറഞ്ഞാൽ എനി പ്രൈം നമ്പർ. ഓക്കെ, അപ്പം പി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതുകൂടി നമ്മളുടെ മനസ്സിലുണ്ടാകും, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പം ഇവിടെയുള്ള എലമെന്റുകൾ കിട്ടുക വെച്ചാൽ പൈ ഐ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഐ ന്യൂ കിട്ടും. ഈ ന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടിപ്ലിസിറ്റിയാണ്. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. മൾട്ടിപ്ലിസിറ്റി ന്യൂ ആണ്,
പക്ഷെ നമുക്കറിയാം ഏതൊരു എലമെന്റിനെയും നമുക്ക് പ്രൈം നമ്പറിന്റെ പവറിന്റെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലെ, പ്രൈം നമ്പറിന്റെ പവർ ആക്കി എഴുതാൻ പറ്റും. ഇപ്പൊ 10 ഒരു പ്രൈം നമ്പറാണ്, പക്ഷെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 × 5 രണ്ട് പ്രൈം നമ്പറിന്റെ മൾട്ടിപ്പിൾ ആക്കി അല്ലെങ്കിൽ പവേഴ്സിന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതാൻ പറ്റും. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ന്യൂ എന്ന് പറയുന്ന കുഞ്ഞാപ്പുവിനെ അസ്യൂം ചെയ്യാണ് സം p raised to t into e ആണ്, വേർ p does not divide ആരാ ഈനെ ഒരിക്കലും ഇത് ഡിവൈഡ് ചെയ്യൂല, ഒരിക്കലും ഡിവൈഡ് ചെയ്യൂല. p does not divide ഈനെ ഒരിക്കലും ഡിവൈഡ് ചെയ്യൂല. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ശരിയാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 10 എനിക്ക് ഇങ്ങനെ എഴുതാം 5 ഒരു പ്രൈം നമ്പർ ഇൻറ്റു 2. അപ്പം 5 എന്ന് പറയുന്നത് 5⁻1 ആണ്. 5⁻1 × 2 എന്ന് പറയുമ്പം 5⁻1 അല്ലേ. അപ്പം 2 എന്ന് പറയുന്ന ഒരിക്കലും 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയൂലല്ലോ, തിരിച്ചിട്ടും അല്ലേ. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു ഇത്. നമ്പർ തിയറിയിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ, നമ്പർ തിയറിയിലുള്ള കൺസെപ്റ്റ്സ് ആണിത്. ഓക്കെ, അപ്പം p ഒരിക്കലും ഈനെ ഡിവൈഡ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ മാറ്റി എഴുതാൻ പറ്റിയല്ലോ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തായിരുന്നു, പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ്ഡ് ടു ന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ, നോക്കണേ, എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ്ഡ് ടു പി റേസ്ഡ് ടു ടി ഹോൾ റേസ്ഡ് ടു പി റേസ്ഡ് ടു ടി ഇൻറ്റു ഇ എന്നാണ്, പി റേസ്ഡ് ടു ടി ഇൻറ്റു ഇ എന്നാണ്. അതിനെ നമുക്ക് മാറ്റി എഴുതാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹോൾ കൊടുക്കാൻ പറ്റും. പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ പി റേസ് ടു ടി ഹോൾ റേസ് ടു ഇ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മോളത്തെ ഒരു തിയറം പഠിച്ചു, ഇ എന്ന് പറയുന്നത് ഇ ഇൻറ്റു 1 ഒരിക്കലും 0 ആയില്ല അല്ല, കാരണം ഇവിടെ എന്തുകൊണ്ട് p × 1 ആണ് 0, ക്യാരക്ടറിസ്റ്റിക് 0 p ആണ്. അപ്പം p does not divide e, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും p does not divide e, അതുകൊണ്ട് e × 1 നോട്ട് ഈക്വൽ ടു എന്ത് 0, അതൊരിക്കലും 0 ആവില്ല. സോ നമ്മൾ മോളിലൊരു തിയറം പഠിച്ചിരുന്നു. എന്തായിരുന്നു തിയറം? അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മോണിക് പോളിനോമിയൽ, എഫ് ഓഫ് എക്സ് ആയിരുന്നു അവിടെ പറഞ്ഞ ഒരു മോണിക് പോളിനോമിയൽ ഉണ്ട്. ആ മോണിക് പോളിനോമിയലിന്റെ പവർ എവിടെ ഉണ്ട്? റേസ് ടു എം എന്ന് പറയുന്ന കുഞ്ഞാപ്പോ എഫ് ഓഫ് എക്സിലുണ്ട്, എഫ് ഓഫ് എക്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിലുണ്ട് എന്നും അതുപോലെ തന്നെ എം × 1 നോട്ട് ഈക്വൽ ടു 0യും, അതായത് എം നോട്ട് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, എം × 1 നോട്ട് ഈക്വൽ ടു 0യും ആണ് എങ്കിൽ ജി ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കും എന്നാണ്, എഫ് എക്സിലുണ്ട് എന്നുള്ള ഒരു പ്രൂഫ് ഉണ്ടായിരുന്നു. അപ്പം ആ കൺസെപ്റ്റ്സ് പ്രകാരം എഫ് എക്സിൽ ഉണ്ടാവുന്നുള്ള ഒരു തിയറം മോളിൽ പഠിച്ച്, ആ തിയറം പ്രകാരം നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഈ എഫ് ഓഫ് എക്സ് ഇത് എവിടെ ഉണ്ട്? എഫ് എക്സിലുള്ള എലമെന്റ് ആണ് നമ്മൾ ഓൾറെഡി. കാരണം എന്തുകൊണ്ട്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ എഫ് എക്സ്, എഫ് എക്സിലെ പോളിനോമിയലാ, ഇറഡ്യൂസിബിൾ പോളിനോമിയലാ. സോ നമുക്ക് എഫ് എക്സിൽ ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ആരാണ്? അതായത് എക്സ് മൈനസ്, അതായത് പൈ ഐ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്ന കുഞ്ഞാപ്പോ എഫ് എക്സിൽ ഉണ്ട് എന്ന് കിട്ടി, എഫ് എക്സിൽ ഉണ്ട് എന്ന് കിട്ടി. ഓക്കെ, ഇനി എഫിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? പി ആണ്. നമ്മൾ മുമ്പ് ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, എഫിന്റെ ക്യാരക്ടറിസ്റ്റിക് പി. ഓക്കെ, സി എച്ച് പിയും അതുപോലെ തന്നെ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്നത് എഫ് എക്സിലും ഉണ്ട് എങ്കിൽ എക്സ് മൈനസ് ആൽഫ ഐ ഹോൾ റേസ് ടു പി റേസ് ടു ടി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു പി റേസ് ടു ടി മൈനസ് ആൽഫ ഐ പി റേസ് ടു ടി എന്ന് എഴുതാൻ പറ്റും. കാരണം ബാക്കിയുള്ളതിൽ ബൈനോമിയൽ എക്സ്പാൻഷനിൽ വരുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഒപ്പരൊക്കെ പീൻ്റെ ടേം, പീൻ്റെ മൾട്ടിപ്പിൾ വരും. പീൻ്റെ മൾട്ടിപ്പിൾ വരുമ്പം ദാറ്റ് ബിക്കം 0 ബിക്കോസ് പി എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് പി എന്നുള്ളത് കൊണ്ട്, അല്ലേ? നമ്മൾ മുമ്പത്തെ ഒരു തിയറം സ്റ്റേറ്റ് ചെയ്തപ്പോൾ അതിൽ പ്രൂഫിൽ നമ്മൾ പഠിച്ചാണ് ആ കൺസെപ്റ്റ്സ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ ആയിഷ ഷെറീൻ? ഓക്കെ, അപ്പം
അങ്ങനെയാണ് എങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പൂവിനെ ഞാൻ എടുത്തു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു ടി എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞാപ്പൂവിനെ ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാപ്പ് എവിടെ ഉണ്ടായിരിക്കും? എഫ് എക്സിലുള്ള കുഞ്ഞാപ്പു ആണ് അല്ലേ? സോ ഫോർ ജി ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്ന പോളിനോമിയൽ എഫ് എക്സിൽ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ജി ഓഫ് എക്സും എവിടെ ഉണ്ടായിരിക്കും? ഇതും എഫ് എക്സിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? പൈ ഐ അല്ലേ? ഇവിടെ ഇതാണ് പൈ ഐ എന്നുള്ളത്. ഓക്കെ, അത് പൈ ഐ എക്സ് ഇവിടെയും കൊടുത്തിട്ടില്ല അല്ലേ? പൈ ഐ ഓക്കെ, പൈ ഐ എക്സ് റേസ് ടു എക്സ് അല്ലേ? എക്സ് റേസ് ടു പി അല്ല, എക്സ് മൈനസ് ആൽഫ ഐ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്ന പോളിനോമിയലും എഫ് എക്സിൽ ഉണ്ടായിരിക്കും എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി, ഇവിടുത്തെ സീറോസ് എന്ന് പറയുന്നത് ആൽഫ ഐ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവിടുത്തെ സീറോസ് എന്ന് പറയുന്നത് ആൽഫ ഐസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൽഫ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ മൾട്ടിപ്ലിസിറ്റി എത്രയാണ്? സത്യത്തിൽ ആൽഫ ഐ റേസ് ടു പി റേസ് ടു ടീൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. തൊട്ട് മോളത്തെ കൺസെപ്റ്റ്സ് പ്രകാരം ആൽഫ എന്താണ്? ആൽഫയുടെ അല്ലെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് എന്ന് പറയുന്ന കുഞ്ഞാപ്പൂവിൻ്റെ സീറോസ് ആയ ആൽഫ അല്ലെങ്കിൽ ആൽഫയിലെ ഇതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിസിറ്റി. സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ് എന്ന് ഉണ്ട്? 1 ആണ്, യൂണിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനാണ് ആൽഫ എന്താണ്? സെപ്പറബിൾ ആണ്, അല്ലെങ്കിൽ ആൽഫ ഐസ് ആർ സെപ്പറബിൾ, അങ്ങനെയും പറയാം കേട്ടോ. ആൽഫ ഐസ് ആർ സെപ്പറബിൾ. ഈ കൺസെപ്റ്റ്സ് പ്രകാരം ഇതിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും. കാരണം ആൽഫ, ഏതൊരു ആൽഫ എടുത്തിട്ടുണ്ടെങ്കിൽ ആൽഫ ഐ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്നത് ഈക്വൽ ടു, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ആൽഫ ഐ റേസ് ടു പി റേസ് ടു ടി എന്താണ്? ആൽഫയാണ്. കാരണം എന്തുകൊണ്ട്? പി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ആണ് എങ്കിൽ ആൽഫ ഐ റേസ് ടു പി റേസ് ടു ടി അല്ലെങ്കിൽ ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്നത് ആൽഫയാണ്. ദാറ്റ് മീൻസ് അപ്പോൾ നമ്മളുടെ ഈ കണ്ടീഷനിൽ നിന്നും, അതുകൊണ്ടാണ് കേട്ടോ, അത് നമ്മളിപ്പം പറയാൻ പോകുന്നതേ ഉള്ളൂ, ജി ഓഫ് എക്സ് എന്താണ്? സെപ്പറബിൾ ആണ്. ഓക്കെ, സെപ്പറബിൾ ആണ് എന്ന് കിട്ടും. ജി ഓഫ് എക്സ് എന്താണ്? സെപ്പറബിൾ ആണ്. അങ്ങനെ ജി ഓഫ് എക്സ് സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ജി ഓഫ് എക്സ് സെപ്പറബിൾ എന്നാണ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലാ ആൽഫ ഐ റേസ് ടു പി റേസ് ടു ടിയും സെപ്പറബിൾ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഐ സെപ്പറബിൾ ആണ് എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ആൽഫ ഐ റേസ് ടു ടി സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ഐ റേസ് ടു പി റേസ് ടു ടി, അതായത് എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി അതിലൊരു എലമെൻ്റ് ആണ് അല്ലേ? ആ കുഞ്ഞാപ്പ് എന്താണ്? അതായത് ആൽഫ 1 പി റേസ് ടു ടി ആണ്, ആൽഫ റേസ് ടു പി റേസ് ടു ടി. ഇതെന്താണ്? സെപ്പറബിൾ ആണ് എന്നാണ് അല്ലേ? ഇത് സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. അങ്ങനെയാവുമ്പോൾ ഇത് സെപ്പറബിൾ ആണ് എന്ന് കിട്ടും. അപ്പം ഇവിടെയുള്ള ഒരു പോളിനോമിയൽ ഞാൻ കൺസിഡർ ചെയ്തു. ഏതാണ് ആ പോളിനോമിയൽ? എക്സ് മൈനസ് അല്ലെങ്കിൽ എക്സ് റേസ് ടു പി റേസ് ടു ടി മൈനസ് ആൽഫ റേസ് ടു പി റേസ് ടു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു പി റേസ് ടു ടി. എന്തുകൊണ്ട്? ബൈ ദി ഡെഫിനിഷൻ അബോവ് ഡെഫിനിഷൻ. കാരണം പി ഈസ് എ ക്യാരക്ടറിസ്റ്റിക്. പി ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ മുമ്പ് നമ്മൾ പഠിച്ച സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച തിയറം ഉപയോഗിച്ചിട്ട് ഇത് കൺസെപ്റ്റ്സ് ഓക്കെയാണ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, എക്സ് മൈനസ് ആൽഫയുടെ എത്ര ടൈംസ് ആണ്, അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് ആൽഫ, വിച്ച് ഈസ് എത്ര ടൈംസ് ആണിത്? പി റേസ് ടു ടി ടൈംസ് ആണ് സത്യത്തിൽ അല്ലേ? പി റേസ് ടു ടി ടൈംസ് ആണ് ഇത് വരുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ആൽഫ ഓൺലി 1 0, ഒരൊറ്റ 0 ഉള്ളൂ അല്ലേ? ഓൺലി 1 0. ഏതാണ് ആ 0?
ആൽഫ. ആൽഫ മാത്രമേ 0 ആയിട്ടുള്ളൂ ഈ പോളിനോമിയലിന് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? ആൽഫ മാത്രമേ ഈ പോളിനോമിയലിന് ഉള്ളൂ എന്നാണ്. ഓക്കെ ഓക്കെ അപ്പം ആൾജിബ്രായിക് ക്ലോഷറിൽ ആൽഫ മാത്രമേ ഇതിന് 0 ആയിട്ടുള്ളൂ എന്നാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് അവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ കൺസിഡർ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് ഫീൽഡാണ്. ഫൈനൈറ്റ് ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് ഫൈനൈറ്റ് ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. ഏതിൻ്റെ? എഫിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് ആൽഫ പി റേസ് ടു ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൈറ്റ് ഫീൽഡാണ്. നമ്മൾ മുമ്പൊരു തിയറം പഠിച്ചിട്ടുണ്ട്. പി എലമെന്റ്സ് ഉള്ള ഫീൽഡിന് ദർ എക്സിസ്റ്റ് എ ക്യൂ റേസ് ടു എൻ അല്ലേ? ഇ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ്റെ അതിൻ്റെ ഡയമെൻഷൻ എൻ ആണ് എങ്കിൽ അതിലുള്ള എലമെന്റ് എന്ന് പറയുന്ന ക്യൂ റേസ് ടു എൻ എലമെന്റ്സ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പി റേസ് ടു എൻ എലമെന്റ്സ് അല്ലെങ്കിൽ അല്ലേ? ആ തിയറമാണ് സത്യത്തിൽ ഇവിടെ വരുന്നത്. അപ്പം ഇതും തന്നെ ആയിരിക്കും, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് കിട്ടി. ഇനി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും ആണ് ഫൈനൈറ്റ് ഫീൽഡും ആണ് കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ എൻ ഡയമെൻഷനൽ വെക്റ്റർ സ്പേസ് ആണ്. എൻ ഡയമെൻഷൻ എഫിൽ പി എലമെന്റ് ഉണ്ട് എങ്കിൽ ഈ എഫ് റേസ് ടു ആൽഫ പി റേസ് ടു ടിയിൽ പി റേസ് ടു എൻ എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ അപ്പം നമ്മൾ ഇനി ഇവിടെ എടുക്കുന്നത് ഒരു ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം. ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം എന്താണെന്ന് അറിയാലോ? എന്തായിരുന്നു ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സിഗ്മ പി അല്ലേ? ഫ്രം എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിൽ നിന്നും എങ്ങോട്ടാണ്? എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലേക്കുള്ള ഓട്ടോമോർഫിസത്തിനെയാണ് നമ്മൾ ഫ്രോബീനിയസ് ഓട്ടോമോർഫിസം. എങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സിഗ്മ പി ഓഫ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എ റേസ് ടു പി അല്ലേ? എ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എവിടെ ഉള്ളതാണ്? എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലുള്ള എലമെന്റാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ അടുത്തൊരു ചോദ്യം, സിഗ്മ പി ഹോൾ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് എവിടുന്ന് എങ്ങോട്ട് തന്നെ ഉള്ളതായിരിക്കും? എഫ് ഓഫ് ആൽഫ പി റേസ് ടു ടിയിൽ നിന്നും എഫ് ഓഫ് ആൽഫ പി റേസ് ടു ടിയിലേക്കുള്ള തന്നെ ഒരു ഓട്ടോമോർഫിസമാണ്. എന്തുകൊണ്ടാണ് ഓട്ടോമോർഫിസം ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ പി ഇൻറ്റു എക്സെട്ര അല്ലെങ്കിൽ എന്താണ് കോമ്പിനേഷൻ അല്ലേ? കോമ്പോസിഷൻ ആണ് സത്യത്തിൽ ഇത് വരുന്നത്. എത്ര ടൈംസ് ആണ് ഇത് വരുന്നത്? ടി ടൈംസ് അല്ലേ? ടി ടൈംസ് ഉള്ള കോമ്പോസിഷനെയാണ് നമ്മൾ സിഗ്മ പി റേസ് ടു ടി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സിഗ്മ പി റേസ് ടു ടി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ റേസ് ടു പി റേസ് ടു ടി ആണ് വരിക അല്ലേ? അതായത് എങ്ങനെയാ വരിക? സിഗ്മ എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു പി ഇൻറ്റു അല്ലേ? അങ്ങനെയാണ് വരിക. അപ്പം എത്ര ടൈംസ് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരിക പി, അതായത് സിഗ്മ പി ഓഫ്, ഇവിടെ ശ്രദ്ധിക്കണേ, സിഗ്മ പി ഓഫ് എ സിഗ്മ ഇതിൻ്റെ ഉള്ളിൽ സിഗ്മ പി ഓഫ് സിഗ്മ ടി മൈനസ് 1 അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് സിഗ്മ ടി മൈനസ് 1 ഓഫ് എ റേസ് ടു പി വന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും വരുമ്പം എ റേസ് ടു പി വരും. കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരുമ്പം ഇത് എ റേസ് ടു പി റേസ് ടു ടി ആണ് വരിക. ഓക്കെ, അപ്പം സിഗ്മ പി റേസ് ടു ടി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ എ റേസ് ടു പി റേസ് ടു ടി ആണ്. ഓക്കെ, എ റേസ് ടു പി റേസ് ടു ടി ആണ്. അങ്ങനെയാണ് എങ്കിൽ ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്ന എലമെന്റ് എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിൽ ഉള്ള എലമെന്റ് ആണ്. ഓക്കെ അങ്ങനെയുള്ള എലമെന്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ എലമെന്റ് എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലുള്ള എലമെന്റ് ആണ് ആൽഫ റേസ് ടു പി റേസ് ടു ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ഒരു എലമെന്റ് ബീറ്റ എന്ന് പറയുന്ന എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിൽ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. ആ ബീറ്റ എന്ന് പറയുന്ന എലമെന്റ് എന്താണ് പ്രത്യേകത? എന്താവുക? ബീറ്റ സിഗ്മ അല്ലേ? സിഗ്മ
പി റേസ് ടു ടി ഓഫ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? ആൽഫ. കാരണം എന്തിൽ നിന്നും സിഗ്മ പി റേസ് ടു ടി എന്ന് പറയുന്ന എവിടെ നിന്നുള്ള എവിടേക്കുള്ള മാപ്പാണ്, അല്ലെങ്കിൽ ഓട്ടോമോർഫിസം ഓൺ എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിന്റെ മുകളിലുള്ള ഓട്ടോമോർഫിസമാണ്. അപ്പം സിഗ്മ പി റേസ് ടു ടി ഓഫ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആൽഫ റേസ് ടു പി റേസ് ടു ടി ആണ്. ഓക്കെ, അങ്ങനെ. ഇനി ഇത് ഡെഫിനിഷൻ പ്രകാരം സിഗ്മ പി റേസ് ടു ടി ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ റേസ് ടു പി റേസ് ടു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു ടി, വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് ബീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ബീറ്റ എവിടെ ഉള്ള ആളാണെന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ. എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലുള്ള എലമെന്റ് ആണ്, വിച്ച് ഇംപ്ലൈസ് ഇത് എവിടെ ഉണ്ട് എന്ന് കിട്ടി? ആൽഫ എന്ന് പറയുന്ന കുഞ്ഞാപ്പു എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടിയിലുണ്ട് എന്ന് കിട്ടി. സോ നമുക്ക് therefore എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി. അതുപോലെ തന്നെ ഇത് സെപ്പറബിളുമാണ്. ദാറ്റ് മീൻസ് സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എങ്കിൽ സെപ്പറബിൾ ആണ്. അപ്പോൾ എഫ് ഓഫ് ആൽഫ റേസ് ടു പി റേസ് ടു ടി സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാപ്പും സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് അങ്ങനെ സെപ്പറബിൾ ആണ് എങ്കിൽ എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ഈസ് സെപ്പറബിൾ. ആൽഫ എന്താണ്? സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. ആൽഫ സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇ ഈസ് സെപ്പറബിൾ, അല്ലേ? ഈ സെപ്പറബിൾ ആണ് എന്ന് കിട്ടി. ഈ സെപ്പറബിൾ ആണ് എങ്കിൽ സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, എഫ് എന്താണ്? പെർഫെക്റ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ആകാശ് മോൾ. ഇല്ല സർ. ആയിഷ ഷരീൻ. ഇല്ല സർ.